ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ ദിവസം അലീനയെ തേടി ഒരു മഹാദുരന്തം കാത്തിരിക്കുകയാണ്. അതിൽ നിന്ന് എങ്ങനെ അലീന രക്ഷപ്പെടുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടാസ്ക്. മുത്തശ്ശിയോട് സംസാരിച്ചു. മനു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശിക്ക് മരുന്നൊക്കെ കഴിച്ച് നല്ല സുഖമുണ്ട്, മുത്തശ്ശി ഒന്ന് മയങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞ് അലീനയായിട്ട് സംസാരിക്കുമ്പോൾ മുത്തശ്ശി ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് മുത്തശ്ശിയെ പുതപ്പിച്ചൊക്കെ കിടത്തി അലീന ഇങ്ങനെ മുറിയിൽ നിന്ന് പോകുന്നു. അപ്പോൾ മോളെ നിനക്കിനി എന്നാ പണിയുള്ളതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്ത് തീർക്കാനുണ്ട് മുത്തശ്ശി, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ മോള് ഇവിടെ കിടന്നൊന്ന് ഉറങ്ങിക്കോളാം മുത്തശ്ശി പറയുമ്പോൾ ജോലികളൊക്കെ തീർത്തിട്ട് ഞാൻ വരാം മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ. അപ്പോൾ മുത്തശ്ശി സുഖമായിട്ട് ഉറങ്ങിക്കോ, പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് മുത്തശ്ശിയെ ഉറക്കാൻ കിടത്തിയിട്ട് അലീന അങ്ങ് പോയി കേട്ടോ. ഈ സമയം കൊണ്ട് ഹരി പറന്നു വരുവാണ് നമ്മുടെ രോഹിത്തിൻ്റെ അടുത്തേക്ക്. രോഹിത്താണെങ്കിൽ ഹരി വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ വന്ന് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നു. എടാ, നിന്റെ പ്ലാൻ എന്താണെന്ന് രോഹിത്ത് ഈ ഹരി എന്ന് പറയുന്ന ആൾ അവനോട് ചോദിച്ചു. അന്നേരം ഞാൻ ആ ടാബ്ലറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ടാബ്ലറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണെന്നും കൂടെ ഒന്ന് പറയുമ്പോൾ അത് എങ്ങനെയെങ്കിലും ഈ ടാബ്ലറ്റ് അവളുടെ ഉള്ളിൽ ചെല്ലണം. അവളുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ എന്ന് ഹരി പറയുക. അപ്പോൾ അതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ നമ്മളത് അവൾക്ക് കൊടുക്കുമെന്ന് ചോദിക്കുമ്പം അതിൻ്റെ മിടുക്ക് നിൻ്റെ കയ്യിലിരിക്കുകയാണെന്ന് ഹരി പറഞ്ഞു. എൻ്റെ കയ്യിലോ, ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ഹരിയോട് രോഹിത്ത് ചോദിക്കുമ്പം നീ എങ്ങനെയെങ്കിലും അവളെ മുറിയിലേക്ക് കൊണ്ടുവരണം. അതിനുശേഷം ഈ ഗുളികയിലുള്ള സാധനം ആ വെള്ളത്തിൽ കലർത്തി നീ അതെങ്ങനെയെങ്കിലും അവളെ ഒന്ന് കുടിപ്പിക്കണം. അത് കുടിച്ചു കഴിഞ്ഞ് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ അവൾക്കിങ്ങനെ മയക്കത്തിലേക്ക് അവൾ പോകും. അവൾ മയങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേടാന്നും ചോദിച്ചുകൊണ്ട് ഈ ഹരി ഇങ്ങനെ പറയാട്ടോ. ഹരി അങ്ങനെ സകല കൊള്ളരുതായ്മകളും രോഹിത്തിനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാം വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് നടക്കണം. എല്ലാവരും ജോലി കഴിഞ്ഞും അതുപോലെ അവരൊക്കെ ക്ലാസ് കഴിഞ്ഞൊക്കെ വരുന്നതിന് മുന്നേ കാര്യങ്ങളൊക്കെ നടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ഹരി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാനില്ല, നീ ഒരു കാര്യം ചെയ്യുക, പെട്ടെന്ന് തന്നെ നീ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് അവളോട് നീ കുടിക്കാൻ വെള്ളം ആവശ്യപ്പെടണം. അപ്പോൾ വെള്ളം കൊണ്ട് അവൾ വരുന്ന സമയം കൊണ്ട് ഞാൻ റൂമിലേക്ക് കയറിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര വമ്പൻ പ്ലാനൊക്കെ ഒരുക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പാവ അലീന ഇതൊന്നും അറിയാതെ അവിടെ നടന്ന് ഓരോ ജോലികളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ജോലികളെല്ലാം ചെയ്ത് ഓരോ ഭാഗം ക്ലിയർ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹരിയുടെ വാക്കും കേട്ട് ഹരി പറയുന്നതും കേട്ട് ഹരിയുടെ കയ്യിൽ നിന്ന് ആ ഗുളികയും വാങ്ങിച്ച് ഈ രോഹിത്ത് എന്ന് പറയുന്നവൻ നേരെ വീട്ടിലേക്ക് വരിക. അപ്പോൾ സ്കൂട്ടർ എടുത്തു, അതായത് വീടിൻ്റെ ഒരു പറമ്പ് അപ്പുറം നിന്നുകൊണ്ടാണ് ഇതെല്ലാം പ്ലാൻ ചെയ്യുന്ന ഇവന്മാർ രണ്ടുപേരും കൂടി. എന്നിട്ട് പിന്നെ ബൈക്ക് എടുത്തുകൊണ്ട് രോഹിത്ത് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അലീന ഒരു മുറിയിൽ നിന്ന് ജോലി തീർത്ത് അടുത്ത മുറിയിലേക്ക് പോകുന്നു. അടുത്ത മുറിയിലേക്ക് പോയപ്പോഴത്തേക്കും ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു. ഹരി അപ്പുറം മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അലീന ഇത് ആര് ഈ നേരത്തെന്ന് ഓർത്ത് ചെന്നു ജനലിൻ്റെ കർട്ടൻ മാറ്റി ഇങ്ങനെ നോക്കിയപ്പോൾ രോഹിത്ത് അവിടെ ഫോണും വിളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. രോഹിത്ത് ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ അവനുമായിട്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അവനപ്പുറം നിന്നെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ രോഹിത്തല്ലേ ഇപ്പം അങ്ങ് പോയത്, പിന്നെന്താ പെട്ടെന്ന് ഇപ്പം മടങ്ങി വന്നത് എന്നൊക്കെ ഇങ്ങനെ അലീന മനസ്സിൽ ചിന്തിക്കാം. എന്നിട്ട് അലീന ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. കൊടുത്തപ്പോൾ ഇവനാണെങ്കിൽ അലീനയെ മൈൻഡ് പോലും ചെയ്യാതെ ഫോൺ തന്നെ ചെവി വെച്ച് സംസാരിച്ചുകൊണ്ട് ഇവൻ അകത്തേക്ക് കയറിപ്പോയി, മുറിയിലേക്ക് കയറിപ്പോയി. എന്നിട്ട് അലീന വാതിൽ അന്നേരത്തേക്കും അടച്ചു. അപ്പോൾ സ്റ്റെയറിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളം വേണം എന്നും പറഞ്ഞുകൊണ്ട് അലീനയോട് പറഞ്ഞു. തരാമെന്ന് പറഞ്ഞു. മുറിയിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നും പറഞ്ഞിട്ട് രോഹിത്ത് അകത്തേക്ക് കയറിപ്പോയി. അലീനയ്ക്ക് അപ്പോഴും മറ്റൊന്നും ചിന്ത തോന്നിയില്ല. അലീനയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലേക്ക് പോയി അവന് വേണ്ടുന്ന നാരങ്ങ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ അലീനയെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അലീന വേഗം തന്നെ കോൾ എടുത്തു. ഹലോ മോളെ, ചേച്ചി എവിടെയാ? ഞാനിവിടെ വീട്ടിൽ, നിനക്ക് എന്തുണ്ട് വിശേഷം? അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ അവിടെ 2-3 പേര് വന്നായിരുന്നല്ലോ. അവർ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ അലീനയോട് പറയുക കേട്ടോ. അപ്പോൾ അവരെല്ലാം ഇങ്ങനെയൊക്കെ പറഞ്ഞു, ചേച്ചി ഞാനതൊക്കെ ശരിക്കും കേട്ടു, എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ചിങ്ങനെ പറഞ്ഞപ്പം അലീനയാണെങ്കിൽ അനിയത്തിയെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. എന്തും പ്രതീക്ഷിച്ച് വേണം ജീവിക്കാനെന്ന് ചേച്ചി പറഞ്ഞിട്ടില്ലേ? നമ്മളെപ്പോഴും പുറത്തുള്ളവരാണ്, നമ്മളവിടുത്തെ വെറും വേലക്കാരികളാണ്. അതുകൊണ്ട് തന്നെ അവർ വീട്ടുകാരെന്തു പറയുന്നു അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ. നാളെ അവർ നിന്നോട് പോയിക്കോളാൻ പറഞ്ഞാൽ നമ്മൾ പോകേണ്ടവർ തന്നെയാണെന്നൊക്കെ പറഞ്ഞ്
ഇങ്ങനെ രേവതിക്കുട്ടിക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. അവർക്ക് ആർക്കും മുഷിച്ചിലൊന്നും തോന്നാത്ത രീതിയിൽ നിൽക്കണം. ഗ്രേസമാൻ്റെയും മാമച്ചായനും നല്ല ആൾക്കാരാ, അവരെ സ്നേഹിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇട്ട് കൊട്ടാനുള്ളൊരു ചെണ്ടയായിട്ട് നിന്ന് കൊടുക്കരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേച്ചി അനിയത്തിക്കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് അതിനെ സമാധാനിപ്പിക്കുകയാണ്. അല്ല ചേച്ചിക്ക് എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. ചേച്ചിക്ക് അവിടെ എങ്ങനെയുണ്ട് ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് എന്നുള്ളതുപോലെയൊക്കെ തന്നെയാണെന്നും പറഞ്ഞ് രേവതിയോട് അലീനയും പറഞ്ഞു. ചേച്ചിയുടെ ജോലികളൊക്കെ തീർന്നോ എന്ന് ചോദിച്ചു. ആ, ജോലികളൊക്കെ ഇടയ്ക്ക് തീർന്നു. പിന്നെ മനുവേട്ടൻ വന്നായിരുന്നു. മനുവേട്ടനായിട്ട് കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശിക്ക് മരുന്നൊക്കെ ഇട്ട് കൊടുത്തു. മുത്തശ്ശി ചെറിയൊരു മയക്കത്തിലേക്ക് കയറിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് രോഹിത്ത് വന്നത്. രോഹിത്തിന് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാനത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അത് മുറിയിലേക്ക് അയാൾ ഇറങ്ങി വരും ചേച്ചി കുടിക്കാനാ ഇങ്ങനെ ചോദിക്കുമ്പം ഇല്ല മുറിയിലേക്ക് കൊണ്ടു കൊടുക്കാനാണ് പറഞ്ഞതെന്ന് അലീന പറയാം കേട്ടോ. അതെന്തിനാ ചേച്ചി മുറിയിലേക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നേ? അയാൾ താഴേക്ക് ഇറങ്ങി വന്ന് കുടിച്ചോളില്ലേ? ചേച്ചി എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? അല്ലെങ്കിൽ തന്നെ മുറിയിലേക്കൊന്നും അങ്ങനെ കയറി പോവണ്ട ചേച്ചി. ചേച്ചി പറഞ്ഞെടുത്തോളം അവരുടെ ഒന്നും സ്വഭാവം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നണില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല മോളെ, അവൻ എൻ്റെ അനിയനെ പോലെയല്ലേ, രോഹിത് അങ്ങനെ ചീത്ത സ്വഭാവമുള്ള കൊച്ചൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ രേവതിക്കുട്ടിയോട് പറയാം കേട്ടോ. എന്നിട്ട് രേവതിക്കുട്ടിയോട് അവിടെ ജീവിക്കേണ്ട രീതികളും കാര്യങ്ങളും പാലിക്കേണ്ട മര്യാദകളും ഇതെല്ലാം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തു. അതെല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മൾ വെച്ചോ ചേച്ചി, പിന്നെ വിളിക്കാം കേട്ടോ, ഞാൻ ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയത് കൊണ്ട് കൊടുക്കട്ടെ എന്നും പറഞ്ഞിങ്ങനെ അലീന പറയാം. അപ്പോൾ അലീന അത് പറയുന്നു. ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയതെടുത്ത് രോഹിത്തിന് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഈ സമയം കൊണ്ട് ഹരിയെന്ന് പറയുന്നവൻ അവിടുന്ന് വരും. ഇവൻ ബാൽക്കണിയിൽ നിന്ന് മറ്റവനെ വിളിക്കുക, വാടാ 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 എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവനെ കിടന്ന് വിളിയോ വിളി. ഇവനാണെങ്കിൽ ആരും കാണാതെ ഓടി കതച്ചു ചാടി. അതായത് അലീന വരുന്നതിന് മുൻപ് ഇവന് റൂമിൽ കയറണം. അപ്പോൾ അലീന കാണാതെ വേണം ഇവന് റൂമിൽ കയറാനായിട്ട്. അതിനുവേണ്ടിയാണ് മറ്റവൻ ബാൽക്കണിയിൽ കിടന്ന് ചത്ത് കിടന്ന് വിളിക്കുന്ന വാടാ 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 എന്നും പറഞ്ഞ്. ഇവനാണെങ്കിൽ ഓടി കതച്ച് അകത്ത് കയറി പറ്റി. അങ്ങനെ രണ്ട് അവന്മാരും കൂടി മുറിക്കകത്ത് അങ്ങ് കയറി. മുറിക്കകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഈ ഗുളികയും പിടിച്ചിട്ടിങ്ങനെ നിൽക്കുക. ഇന്ന് അവളുടെ അവസാനമാണ്. അപ്പം മയക്കുമരുന്ന് കൊടുത്ത് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദുഷ്ടന്മാർ രണ്ടുപേരും കൂടി ശ്രമിക്കുന്നത്. സ്വന്തം പെങ്ങളാണ് എന്നുള്ളത് അറിയില്ലല്ലോ ഈ രോഹിത്തിന്. അലീന ഈ ചതിയും വഞ്ചന ഇതൊന്നും അറിയാതെ അനിയന് നാരങ്ങ വെള്ളമായിട്ട് മുറിയിലേക്ക് ചെല്ലുക. അലീന അങ്ങനെ പതുക്കെ ചെല്ലുന്നു. അപ്പോഴേക്കും രോഹിത്തിന് ടെൻഷനായി. അപ്പോൾ ഹരി സമാധാനിപ്പിക്കുക, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നത്തോടു കൂടി അവളുടെ ചീട്ട് കീറും, നീ നോക്കിക്കോ. ഇനി അലീനയെന്ന് പറയുന്നവൾ നമുക്കൊരു ശല്യമായിട്ട് ഉണ്ടാവില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ എരിവ് കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ നമ്മുടെ ഈ രോഹിത്തിന്. രോഹിത് അതിന് മറ്റവൻ്റെ വാക്ക് കേട്ട് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക, ഒരു വ്യക്തിത്വം ഇല്ലാത്തവനെ പോലെ. അങ്ങനെ രണ്ടുപേരും കൂടി അലീനയെ ചതിക്കാനായിട്ടുള്ള പദ്ധതിയൊക്കെ ഒരുക്കി. ഒരുത്തൻ കതകിൻ്റെ ചോട്ടിൽ നിൽക്കുന്നു, ഒരുത്തൻ ഗുളിക പിടിച്ച് ഇപ്പറം നിൽക്കുന്നു. അലീന നേരെ ഇതും കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പം അലീന അകത്തേക്ക് കയറി ചെന്ന് സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്ന് ഇവൻ്റെ വാതിലിൽ കൊട്ടിയപ്പോഴത്തേക്കും അവൾ വന്നു, വാതിൽ തുറക്കുമെന്ന് പറഞ്ഞ് മറ്റോ നിന്ന് പറഞ്ഞു കൊടുക്കുക രോഹിത്തിനോട്. രോഹിത്ത് വാതിൽ തുറന്നപ്പോഴത്തേക്കും അലീന അകത്തേക്ക് എന്താ വെള്ളം എന്ന് പറഞ്ഞു. അത് അകത്ത് കൊണ്ട് വെച്ചേക്കാൻ പറഞ്ഞു. എന്നിട്ട് അലീനയോട് പറഞ്ഞു ഇവിടുത്തെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം മറ്റവൻ ഒളിച്ച് നിൽക്കുക ഈ ഹരി എന്ന് പറയുന്നവൻ. കാരണം എങ്ങനെയെങ്കിലും അലീനയുടെ വയറ്റിൽ ഈ വെള്ളം ചെന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവന്മാർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുള്ളൂ. എന്നിട്ട് അലീന റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്ക് ഈ റൂമൊന്ന് ക്ലീൻ ചെയ്യണം, നീ റൂമൊന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞു. അന്നേരം രോഹിത് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ അലീന ഇങ്ങനെ വൃത്തിയാക്കാനായിട്ട് ഇങ്ങനെ ഓരോന്ന് വാരി വലിച്ചിട്ടിരിക്കുന്നതൊക്കെ ഒതുക്കി ഇങ്ങനെ വെച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അലീന തിരിഞ്ഞു നിൽക്കുന്ന നേരം കൊണ്ട് ഇവൻ ഈ പൊടി ഈ വെള്ളത്തിൽ കലർത്തി. അപ്പോൾ ആരും അലീന അറിയാതെ ഈ വെള്ളത്തിൽ ഇത് കലർത്തി കഴിഞ്ഞിട്ട് ഇവനിങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ നിൽക്കുക. അങ്ങനെ അലീനയാണെങ്കിൽ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നീ കൊണ്ടുവന്ന വെള്ളം എനിക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റുമോടി എന്നിങ്ങനെ രോഹിത് ചോദിച്ചു അലീനയോട്. അതെന്താ രോഹിത് അങ്ങനെ ചോദിച്ചത്? ഞാൻ അങ്ങനെ ഒരു മായവും ചേർക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ, നീയല്ലേ ആള്, നിന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല, നീ വെള്ളം ഒന്ന് കുടിച്ച് കാണിച്ചേ, ഞാനൊന്ന് നോക്കട്ടെ നിന്നെ വിശ്വസിക്കാൻ കൊള്ളാവോന്ന്. ഞാനത് വിശ്വസിക്കാൻ പാടില്ലാത്ത വിധത്തിലൊന്നും ചേർത്തിട്ടില്ല, രോഹിത്തിന് വേണ്ടി കൊണ്ടുവന്നല്ല, അത് ഞാൻ കുടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഇതങ്ങ് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അലീനയെ നിർബന്ധിച്ച് ഇവൻ ആ വെള്ളം കുടിപ്പിച്ചു. അലീന പാവം ആ ഒരു ഇത് വിചാരിച്ച് ഈ അലീന അതങ്ങെടുത്ത് കുടിക്കുകയും ചെയ്തു കേട്ടോ. ഇതുപോലൊരു ചതിയൊക്കെ ഇതിനകത്തുണ്ടെന്ന് അലീന വിചാരിക്കുന്നില്ലല്ലോ. അലീന വെള്ളം എടുത്ത് കുടിച്ചപ്പോഴത്തേക്ക് ഇവന് സന്തോഷമായി. ഇവനിങ്ങനെ ചിരിക്കാം. ഇപ്പം രോഹിത്തിന് വിശ്വാസമായോ എന്ന് അലീന ചോദിച്ചു.
എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞാൻ രോഹിത്തിനെ എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് കാണുന്നതെന്ന് പറയുമ്പോൾ രോഹിത് എന്നും പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങനെ പുച്ഛത്തോടെ ചിരിക്കുക കേട്ടോ. അങ്ങനെ ഈ കുടുംബത്തിലുള്ളവർക്ക് ആർക്കും ഒരു ദോഷം വരുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് അലീന പറയുമ്പോൾ നിൻ്റെ പ്രസംഗമൊന്നും ഇവിടെ വേണ്ട, നീ ചെയ്യുന്ന ജോലി അങ്ങ് ചെയ്യാൻ പറഞ്ഞു. അല്ല, രോഹിത് നാരങ്ങ വെള്ളം ചോദിച്ചല്ലായിരുന്നു, ഞാൻ പോയി വേറെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അലീന ഈ വെള്ളം എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇവൻ അങ്ങ് നേരെ നിന്നിട്ട് ഈ വാതിലങ്ങ് കുറ്റിയിട്ടു. അപ്പോഴത്തേക്ക് അലീന ഒന്ന് ഞെട്ടി, എന്താ ഇതെന്ന് ഉള്ള ഒരു ഇത് മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും മറ്റവൻ ദേ വരുന്നു, ഈ ഒളിച്ചു നിന്നവൻ ഹരി ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അലീന ഞെട്ടിയിട്ട് അലീന ഇങ്ങനെ നോക്കുക രണ്ടുപേരെയും. രോഹിത്തെ, നീ എന്തു ഭാവിച്ചാണെന്ന് അലീന ചോദിച്ചു. നീ എന്താടി വിചാരിച്ചത്? എനിക്കിട്ട് പണി തന്ന നിന്നെ ഞാൻ വെറുതെ വിടുമെന്നാണോ വിചാരിച്ചതെന്ന് രോഹിത് അലീനയോട് ചോദിക്കുക. ദേ, നീ തെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇവൻ്റെ കൂട്ട് നിനക്ക് ഒരിക്കലും നല്ലതല്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അലീനയെ തെറിയൊക്കെ വിളിക്കായി ഈ രോഹിത്ത്. ഞാൻ ആരോട് മിണ്ടണം, ആരോട് കൂടണമെന്ന് ഞാനാടി തീരുമാനിക്കുന്നത്, നിന്നെപ്പോലെ ഒരുത്തി അല്ലടിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. എന്നിട്ട് അലീനയോട് വളരെ മോശമായുള്ള രീതിയിൽ ഈ ഹരിയുടെ വാക്ക് കേട്ട് ഇവൻ സംസാരിക്കുമ്പോൾ അലീനയുടെ കയ്യിൽ നിന്ന് പോയിട്ടല്ല. അപ്പോഴേക്കും അലീന ഈ ഹരിയുടെ മുന്നിലിട്ട് രോഹിത്തിനിട്ട് കുറേ അടിയൊക്കെ കൊടുത്തു, കുറേ അവൻ്റെ ചെവിക്കല്ല് തീർത്ത് അടി കൊടുത്തു. നീ ഒരു എന്താടാ ചെയ്യേണ്ടത് നിന്നെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അങ്ങനെ നീ എന്താടാ ഇങ്ങനെ തുടങ്ങുന്നത്, നിൻ്റെ അമ്മയെയും അച്ഛനെയും നിനക്ക് 2 സഹോദരിമാരുള്ളതല്ലേടാ എന്നൊക്കെ ചോദിച്ച് അലീന ഇങ്ങനെ ഇവനെ തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കുടിച്ച വെള്ളത്തിൻ്റെ ആ ഒരു ഹാങ് ഓവർ ഇങ്ങനെ കയറി വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും കുറേ അടിയൊക്കെ കൊടുത്തു. മറ്റവൻ ഇതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുക. പക്ഷെ കുറച്ച് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയുടെ തലയ്ക്ക് പിടിച്ചത്. അലീനയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പതുക്കെ മയങ്ങി ഇങ്ങനെ വീഴാൻ പാകത്തിന് പോവുകയാണ്. ഇനി ഈ ദുഷ്ടന്മാരെന്തെല്ലാം ആയിരിക്കുമോ അലീനയെ ചെയ്യാൻ പോകുന്നത്? അതോ ഇനിയിപ്പം നമ്മുടെ മനു എന്തെങ്കിലും ഒരു ഇത് കാരണം രക്ഷകനായിട്ട് ഓടിയെത്തുമോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അലീനയ്ക്ക് രക്ഷയ്ക്കായിട്ട് വരുമോ? അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് പേടിപ്പിക്കുന്ന, അല്ലെങ്കിൽ പറയാൻ പോലും നമുക്ക് ഒരു ഭയം തോന്നുന്ന രീതിയിലുള്ളൊരു കഥയും കഥാമുഹൂർത്തങ്ങളും ഒക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു പ്രശ്നത്തോടു കൂടി അലീന ഇനി വൈജയന്തിയുടെ മകളാണെന്ന് പലരും അറിയാൻ പോവുകയാണോ? അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട്, ഒത്തിരി വിശേഷങ്ങളുമായിട്ട്, പറഞ്ഞാൽ തീരാത്ത കഥകളുമായിട്ട് ഇതേ നമ്മുടെ എപ്പിസോഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യരുത് കേട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇനി ഇതുമല്ല, ഇതിൽ കൂടുതൽ വിശേഷങ്ങൾ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.